ഒരു ISL നടക്കുന്നതിനേക്കാളും ആവേശമാണ് സൂപ്പർ ലീഗ് കേരളം എത്തിയപ്പോൾ നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ അല്ലേ. എന്നാൽ ഫുട്ബോളും ക്രിക്കറ്റ് ബാറ്റും രാഷ്ട്രീയവും ഒക്കെ ഒരുപോലെ വഴങ്ങുന്ന മലയാളികൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആകുന്നത് അതൊക്കെ ചേർത്ത് പുറത്തിറക്കിയ ഒരു പിടി പരസ്യങ്ങളാണ്. സൂപ്പർ ലീഗ് പരസ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സൃഷ്ടാവ് സാക്ഷാൽ മിഥുൽ നായരാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ശ്രീ മിഥുൽ നായർ. നമസ്കാരം, താങ്ക് യു. പരസ്യങ്ങളൊക്കെ ട്രെൻഡിങ് ആണ്, എന്താണ് കിട്ടുന്ന ഫീഡ്ബാക്ക്? നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. ഒരുപാട് ആൾക്കാർ, ഞാനൊരു സിനിമാ സംവിധായകന്റെ കൂടി അല്ലാണ്ട് ഞാനൊരു പരസ്യ സംവിധായകൻ കൂടിയാണ്. അപ്പം ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് അഡ്വർടൈസിങ് ഏജൻസികൾ, ഒരുപാട് ഡയറക്ട് ക്ലയന്റുകൾ ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം. ഓക്കെ, എങ്ങനെയാണ് ഈ സൂപ്പർ ലീഗിന്റെ സീനിലേക്ക് വരുന്നത്? എങ്ങനെയാണ് സൂപ്പർ ലീഗ് കേരള ലാസ്റ്റ് ഇയറും അവരുടെ പ്രോമോസ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോ ഇത്തവണ സീസൺ 2 വന്നപ്പോ സൂപ്പർ ലീഗിന്റെ MD ആയ മാത്യു സർ എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഈ പരസ്യങ്ങളൊക്കെ എഴുതിയത് ടോക്കി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. സോ ടോക്കിന്റെ കോ ഫൗണ്ടർ ആൻജോ എന്റെ സുഹൃത്താണ്. സോ അങ്ങനെ ഫ്രം ബോത്ത് ദ സൈഡ്സ്. അതെ, ഈ തോട്ടൊക്കെ ഈ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അത് ചെയ്യാം, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു. ഞാൻ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ സിനിമയും രാഷ്ട്രീയവും സ്പോർട്സും ഒക്കെ കൂടെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു തോട്ട്, അതെങ്ങനെയാണ് വന്നത്? ആ തോട്ട് ആക്ച്വലി ലാസ്റ്റ് ഇയറും ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ബട്ട് ആ സമയം പൃഥ്വിരാജും ആസിഫ് അലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ബേസിലും സഞ്ജു സാംസണും ശശി സാറൊന്നും ഉണ്ടായിരുന്നില്ല. സോ ദിസ് ഇയർ ആൻജോ, അതായത് ടോക്കി ഹാഡ് ദാറ്റ് ഐഡിയ. അവർ ആ ഐഡിയ കൊണ്ട് തന്നെയാണ് വന്നത്. ദെൻ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, പക്ഷേ അടിപൊളിയുണ്ട്. കാരണം നമ്മൾ ഒരു ആഡ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കാത്തിരിപ്പ്, അടുത്തത് ഇനിയിപ്പോൾ എന്താകും, ഇതിന്റെ മറുപടി എന്താകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര രസമുള്ള ആഡുകളായിരുന്നു എല്ലാം. ഇപ്പം നമുക്ക് ശശി തരൂരിനെ അറിയാം, അദ്ദേഹം ഈ നല്ലൊരു രാഷ്ട്രീയ നേതാവിനും അപ്പുറം ഒരു സ്പോർട്സ് പ്രേമി കൂടിയാണ്. പക്ഷേ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ എന്തായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം? ശശി തരൂരിനെ നമ്മൾ ഷൂട്ട് ചെയ്ത ബോംബെയിലായിരുന്നു. ഐ തിങ്ക് ഹി വാസ് ഇൻ ബോംബെ. അപ്പം പുള്ളി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പുള്ളി ഡയലോഗൊക്കെ പെട്ടെന്ന് വായിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, സാർ എന്തെങ്കിലും മാറ്റണമെങ്കിൽ സാറിന്റെ രീതി മാറ്റാം. ഇല്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വെരി വെൽ റിട്ടൺ എന്നൊക്കെ പറഞ്ഞു. ആരാ സ്ക്രിപ്റ്റ് എന്നൊക്കെ ചോദിച്ചു പുള്ളി. സോ ഭയങ്കര എളുപ്പമായിരുന്നു പുള്ളിനെ ഷൂട്ട് ചെയ്യാൻ. ആൻഡ് വെരി വെരി ഫൺ ടു വർക്ക് വിത്ത്. അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ കുറച്ചേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പം ഓരോ സ്റ്റാറിനെ അല്ലെങ്കിൽ ഓരോ ആക്ടറിനെയും നമ്മളൊരു അരമണിക്കൂർ 45 മിനിറ്റ്സ് ആണ് നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവരെവിടെയാണോ അവിടെ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇപ്പം പൃഥ്വിരാജിന്റെ വീടിന്റെ താഴെയാണ് ഷൂട്ട് ചെയ്തത്. ചാക്കോച്ചനെ നമ്മളൊരു സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്തത്. ബേസിൽ നമ്മള് കൊച്ചിയിലെ ഒരു ഹോട്ടലിലാണ് ഷൂട്ട് ചെയ്തത്. സോ വേറെവർ ദേവർ നമ്മൾ അവിടെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഓ, അടിപൊളി. ഇപ്പം സഞ്ജു സാംസൺ, പൃഥ്വിരാജ്, തരൂർ, ബേസിൽ അവരവരുടെ മേഖലകളിൽ എല്ലാവരും പുലികളാണ്. അപ്പം ഈ പരസ്പരമുള്ള വെല്ലുവിളികളാണ് പലപ്പോഴും ഈ പരസ്യത്തിനൊക്കെ ഇടയിൽ വരുന്ന ഒരു കാര്യം. അപ്പം ഷൂട്ടിനിടയിലെ രസകരമായ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? ബേസിലിന്റെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പം നമുക്ക്, കാരണം നമ്മൾ ഓരോരോ ആളായിട്ടാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ ആദ്യം ബേസിലിനെ ഷൂട്ട് ചെയ്തു. അപ്പം ബേസിൽ ഒരു എക്സ്ട്രാ കൗണ്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്ത ആളെടുത്ത് പോകുമ്പോൾ ആ കൗണ്ടറിന് തിരിച്ചൊരു കൗണ്ടർ ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പം ലാസ്റ്റ് ആകുമ്പോൾ ഇത് മുറുകി വന്നു. കാരണം എന്ന് വെച്ചാൽ ഓരോരാളും ഓരോന്ന് എന്തെങ്കിലുമൊക്കെ കൈ നിടും. അപ്പം ഇറ്റ് വാസ് ഫൺ. ഓക്കെ, ഇപ്പം ആക്ച്വലി ഒരു ഫുട്ബോൾ പ്രേമിയാണോ ശ്രീ മിഥുൽ നായർ? ഇപ്പം നമ്മൾ ഡയറക്ടറൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരു ടീം നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിരിക്കുമല്ലോ, ആരാണത്? എന്റെ ഫേവറേറ്റ് ടീം കണ്ണൂരാണ്. അതിന് രണ്ട് കാരണമാണ്. ഒന്ന്, ഞാനൊരു കണ്ണൂർക്കാരനാണ്. രണ്ടാമത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആസിഫ് അലിയാണ് കണ്ണൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ. സോ കണ്ണൂരാണ് എന്റെ ഫേവറേറ്റ് ടീം. ഓക്കെ, അടിപൊളി. അപ്പം ഈ നേരത്തെ തന്നെ ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യുന്ന ആള് തന്നെയാണ് അല്ലേ? അല്ല, ഞാൻ ആക്ച്വലി ഒരു ക്രിക്കറ്റ് പ്രേമിയാണ്. ഞാൻ വലിയൊരു ഫുട്ബോൾ പ്രേമിയല്ല. എനിക്ക് സഞ്ജു സാംസൺ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഇതിനു മുമ്പ് സഞ്ജുവിനെ കണ്ടിട്ടുണ്ടായില്ല, വർക്ക് ചെയ്തിട്ടുണ്ടായില്ല. സോ ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു ഷൂട്ട് സഞ്ജുവിനെ നമ്മൾ ഷൂട്ട് ചെയ്തത് ട്രിവാൻഡ്രത്താണ്. നമ്മൾ ഓരോ സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത്. ശശി സാറിനെ ഷൂട്ട് ചെയ്ത ബോംബെയിലാണ്, ആസിഫിനെ ഷൂട്ട് ചെയ്ത പാലക്കാടാണ്. സോ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു എല്ലായിടത്തും. ഓക്കെ, അപ്പം ഇവരിപ്പം ബേസിലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ നമുക്കറിയാം. ഇപ്പം മറ്റുള്ളവർ ഇപ്പം സഞ്ജുവിനെ ആണെങ്കിലും തരൂരിനെയൊക്കെ ആണെങ്കിലും അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവരെയൊക്കെ കൂടുതൽ കൺവിൻസ് ചെയ്യിപ്പിക്കാനും ഓരോന്ന് അഭിനയിപ്പിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടിയോ, അതോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്ക്രിപ്റ്റ് ഇംപ്രവൈസ് ചെയ്തുകൊണ്ടുണ്ടായി.
ഫോർ എക്സാമ്പിൾ ഇപ്പം സഞ്ജുവിനെ ഷൂട്ട് ചെയ്യുമ്പോൾ സഞ്ജുവിന്റെ അടുത്ത് പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു ഡയലോഗായിരുന്നു രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ മഡ് ഡാലോ ശശി സാർ എന്നുള്ളത്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഡയലോഗ് നമ്മള് ഇപ്പം ഹല്ല ബോൽ, അതായത് നമ്മളെങ്ങനെ സഞ്ജുവിന്റെ ക്രിക്കറ്റും രാജസ്ഥാൻ റോയൽസിനൊക്കെ കൊണ്ടുവരുമെന്ന് നോക്കിയായിരുന്നു. അതേപോലെ ശശി സാറിന്റെ ശശി തരൂരിന്റെ ജേഴ്സിന്റെ മേലെ അദാനി എന്ന് എഴുതിയിട്ടുണ്ടായി. അപ്പം പുള്ളി അത് കണ്ടോളൂ, ഓ മൈ 500 votes are gone എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. സോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോരോ ഇതുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ആരും കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എല്ലാവരും അതിന് ഭയങ്കര ട്രൂലി സ്പോർട്സ്മാൻഷിപ്പിലാണ് ആ പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്തതും. എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു അതിന്റെ ഭാഗമായത്. ഇപ്പൊ കായിക പ്രേമികൾക്കിടയിൽ ഒക്കെയും ഈ പരസ്യങ്ങളെല്ലാം ട്രെൻഡിങ് ആണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ വിളിയൊക്കെ വന്നിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ സിനിമാ മേഖലയിലുള്ളവരാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിട്ടില്ല ഇത് ഞാനാ ചെയ്തതെന്നൊക്കെ. അപ്പൊ ഒരുപാട് പേര് വിളിച്ചത് നാഷണൽ ലെവലിൽ നിന്നാണ് കൂടുതൽ വിളി വന്നത്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് എന്റെ കരിയറിൽ ഞാൻ ചെയ്ത ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പരസ്യങ്ങളാണ്. കാരണം ഇതിൽ ഭയങ്കര നമ്മൾ വലിയൊരു ക്രൂ ഒന്നും ആയിരുന്നില്ല. നമ്മൾ ചെറിയ ക്രൂലാ പോയത്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തത് ഇവരെ വീട്ടിലും ഇവരുടെ ഓഫീസിലൊക്കെയാണ്. അപ്പൊ നമുക്കൊരു സിനിമാ സെറ്റിന് ഒരു വലിയൊരു ക്രൂ ഒന്നായിട്ട് പോകാൻ പറ്റില്ല. നമ്മളൊരു DOP, മിനിമം ലൈറ്റ്സ്, ഒരു ക്യാമറ, അങ്ങനെയാണ് പോയി ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മുടെ കരിയറിൽ തന്നെ നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്ത ഫിലിമാണ്. ബട്ട് അതിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടിയത്. അത് ഭയങ്കര നാഷണൽ ലെവൽ. ഇത് ഒരുപാട് വലിയ വലിയ സൈറ്റുകളിൽ, ഈ അഡ്വർടൈസിംഗ് സൈറ്റുകൾ, ഒഫീഷ്യൽ സമൂസ, അതേപോലെ ക്യാമ്പയിൻ ഇന്ത്യ ഒക്കെ പോലത്തെ വലിയ വലിയ അഡ്വർടൈസിംഗ് സൈറ്റുകളും നാഷണൽ ലെവലിൽ ഇതിനെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. സത്യം. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര സിമ്പിളായിട്ട് വന്നിട്ട് അത് ഒരു ഹിറ്റ് അടിച്ചു പോകുന്ന ഒരു സാധനം അല്ലേ? അതെ. ആൾക്കാരിപ്പം ഞാൻ സൂപ്പർ ലീഗ് കേരളയുടെ ഇനോഗ്രേഷൻ പോയപ്പോ അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അടുത്തത് എന്താണ്, എപ്പോഴാണ് തരൂർ പൃഥ്വിരാജ്, എപ്പോഴാണ്. അതെ, അങ്ങനെ കുറെ ക്യൂരിയോസിറ്റി ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഇപ്പോ സംവിധായകൻ മാത്രമല്ല, സത്യം പറഞ്ഞാൽ തിരക്കുള്ള ഒരു നടൻ കൂടിയാണ്. പുതിയ മിക്ക സിനിമകളുടെയും ഭാഗം കൂടിയാണ്. അപ്പോൾ പുതിയ പ്രോജക്റ്റുകളൊക്കെ എങ്ങനെയാണ് സംവിധാനത്തിലും അതേപോലെ തന്നെ അഭിനയത്തിലും ഒക്കെ? അഭിനയത്തിൽ ഇപ്പം ആക്ച്വലി അങ്ങനെ ഒന്നും ലൈൻഡ് അപ്പ് ഇല്ല. സംവിധാനം 1-2 സിനിമകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുമായിട്ട് നടക്കുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഞാനൊരു ആഡ് ഫിലിം മേക്കറാണ്. അപ്പം മാസം 2-3-4 പരസ്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പണി നടക്കുന്നു. അടുത്ത കൊല്ലം ആദ്യമൊക്കെ ആയിട്ട് അടുത്ത പുതിയ സംവിധാന പരിപാടികൾ ഓണാവും. ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം ശ്രീ മിഥുൻ നായർ നമുക്കിപ്പം ചേർന്നതിന്. ISLന്റെ പരസ്യങ്ങളൊക്കെയും അടിപൊളിയാണ്. അപ്പോൾ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. സെയിം. താങ്ക് യു സോ മച്ച്. ഓക്കെ.